ദിവസം പ്രാക്ടീസ് ചെയ്തവർ നാളെ വന്ന് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറ്റണം. മിസ്റ്റേക്കുകൾ, ചെറിയ ലെവലിലുള്ള മിസ്റ്റേക്കുകൾ വന്നാലും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഇന്ന് വരെ ഇതിനകത്ത് ഒരാൾ പോലും ലോസ് ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും നമുക്കുള്ളൊരു കോൺഫിഡൻസ്. ഒരു രൂപ പോലും ഇതുവരെ ആൾക്കും ലോസ് ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ധൈര്യമായിട്ട് ചെയ്യാം. കുറച്ചെങ്കിലും എമൗണ്ട് കൂടുതലിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരു $100 ഉണ്ടെങ്കിൽ ആവറേജിങ് പ്രോപ്പറായിട്ട് നടക്കുകയുള്ളൂ. ചെറിയ $10, $20 ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആവറേജ് ചെയ്യാൻ പറ്റിയില്ലെന്ന് മാത്രമേ ഉള്ളൂ. ചെയ്യുന്നതിന് കുഴപ്പമില്ല, പക്ഷേ നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ മിനിമം ആവറേജ് ചെയ്യാനൊരു $100 ഉണ്ടെങ്കിൽ സാറിന് സാധിക്കാറുള്ളൂ. അത് ചെയ്യുക. പിന്നെ എപ്പോഴും ഓർത്തിരിക്കുക, ട്രേഡിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻഡിവിജ്വൽ പെർഫോമൻസിനെ മാത്രം ബേസ് ചെയ്ത് കിട്ടുന്നതാണ്. മറ്റേത് ബിസിനസ് വെച്ച് നോക്കുമ്പോഴും ഇത് സേഫാണ്. കാരണം ഒന്നും പെരിഷബിൾ അല്ല. കാശ് പുറത്തേക്ക് പോകുന്നില്ല. നമ്മുടെ തന്നെയാണ് പൈസ ഇരിക്കുക. നമ്മുടെ മൊബൈലിൽ ഒരു വിരൽ തുമ്പിൽ പൈസ ഇരിപ്പുണ്ട്. തിരിച്ചെടുക്കണം, എപ്പം വേണമെങ്കിലും തിരിച്ചെടുക്കാം. വേറൊരു ബിസിനസ്സൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒത്തിരി പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. നമ്മൾ മൊത്തം പൈസ നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത്, വേറൊരാളുടെ പോകുന്നില്ല. പെരിഷബിളായിട്ടുള്ള സാധനമല്ല. അതായത് ഇന്ന് വാങ്ങി ഒരാഴ്ച കഴിഞ്ഞോ ഒരു മാസം കഴിഞ്ഞിട്ടോ, ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇവിടെ ധാരാളം ആൾക്കാർ ആശുപത്രിയിൽ പോയി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നം കൊണ്ട് വരാൻ പറ്റാത്ത ഇരിപ്പുണ്ട്. അവരുടെ ഒരു പൈസ പോലും പോകുന്നില്ല, അത് അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒത്തിരി പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ ഏതൊരു സ്കില്ലും നമ്മൾ പഠിച്ചെടുക്കണമെങ്കിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചെടുക്കണം. കാരണം വലിയൊരു സബ്ജക്റ്റാണ് ഇത്. വളരെ പെട്ടെന്ന് ക്യാപ്സ്യൂൾ പരുവത്തിൽ തരുന്നത് മാത്രമേ ഉള്ളൂ. പുറത്ത് നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന ആരോട് സംസാരിച്ച് കഴിഞ്ഞാൽ മുഴുവൻ ലോസാന്നേ പറയുള്ളൂ. കാരണം പുറത്ത് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത് 95% ആൾക്കാരും നഷ്ടം ഉണ്ടാക്കുന്നവരേ ഉള്ളൂ. ഇവിടെ മാത്രം, ഈ പ്ലാറ്റ്ഫോമിൽ മാത്രം ആയിരിക്കും ഒരാൾ പോലും ലോസ് ഉണ്ടാക്കിയിട്ടില്ലാത്ത ആണ് ഇത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് ഈസി പരിപാടിയാണ് എന്നല്ല വിചാരിക്കേണ്ടത്. ഇത് ഈസി പരിപാടി ആകുന്നത് ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞിരുന്നുകൊണ്ടാണ്. അതേ സ്ഥാനത്ത് ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ധാരാളം പഠിക്കാനുള്ള ഒരു 3 മാസമൊക്കെ കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് പഠിച്ചതിന് ശേഷമാണ് പല ആൾക്കാർ ഇതൊക്കെ ട്രേഡ് ചെയ്ത് തുടങ്ങുന്നത്. നമ്മൾ ഫസ്റ്റ് ഡേ തന്നെ, ഞാനെപ്പോഴും പറയാറുണ്ട്, സൈക്കിൾ ബാലൻസ് ഇല്ലാത്ത ഒരാളെ നേരെ ഹെവി വണ്ടി ഓടിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതേ ഗൗരവത്തോടു കൂടി നമ്മൾ എടുക്കുക. സൂക്ഷിച്ച് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. ആവറേജ് ഒരു മാസം 30% നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ 30% നമുക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. അപ്പോൾ എപ്പോഴും ഓർത്തിരിക്കുക, നമ്മളെ സംബന്ധിച്ചൊരു എൻ്റർപ്രണർഷിപ്പ് ഓപ്പർച്യൂണിറ്റിയാണ്. ഇന്ന് വൈകുന്നേരം നമുക്ക് പബ്ലിക് മീറ്റിംഗ് ഉണ്ട്, ബിസിനസ് മീറ്റിംഗ് ഉണ്ട്. എപ്പോഴും നമ്മളൊരു ഓൺട്രപ്രണർ ആവുക. അതായത് ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു സെൽഫ് എംപ്ലോയി പോലെയാണ്. നമ്മൾ ഇൻഡിവിജ്വലായിട്ടുള്ള പെർഫോമൻസിന് കിട്ടുന്ന വരുമാനമാണ് ട്രേഡിങ്ങിൽ കിട്ടുന്നത്. ഒരു സെൽഫ് എംപ്ലോയി ഉണ്ടാക്കുന്ന പോലത്തെ ഇൻകമാണ് ട്രേഡിങ്ങിലൂടെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. പക്ഷേ നമ്മളിത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിച്ചാൽ അതൊരു ഓൺട്രപ്രണറുടെ ലെവലിലേക്ക് നമ്മൾ ഉയരും. അപ്പോൾ അതായത് ഇടത്തെ കൈകൊണ്ട് ട്രേഡ് ചെയ്യുക, വലത്തെ കൈകൊണ്ട് നമ്മൾ ബിസിനസ് ബിൽഡ് ചെയ്യുക. കൂടുതൽ ആൾക്കാരിലേക്ക് കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും കുറേ നോ കേൾക്കേണ്ടി വരും. അതൊക്കെ ഇതിൻ്റെ പാർട്ടാണ്. നമ്മൾ ഒരു എൻ്റർപ്രണർ ആവാനായിട്ട് വേണ്ട ഒത്തിരി ക്വാളിറ്റീസ് ഉണ്ട്. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒത്തിരി സ്കില്ലുകൾ നമ്മൾ ഒരു എൻ്റർപ്രണർ ആകാൻ വേണ്ടി പഠിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. പീപ്പിൾ സ്കില്ല്, ലീഡർഷിപ്പ്, ഒത്തിരി കാര്യങ്ങളുണ്ട്. എങ്കിലും ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ കാര്യം പറയാനുള്ള സെയിൽസ് സ്കില്ലാണ് പഠിച്ചെടുക്കേണ്ടത്. ഒരു എൻ്റർപ്രണർ ആവണമെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് മറ്റുള്ള ആൾക്കാരുടെ മുമ്പിൽ കൺവിൻസ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് വേറൊരാളെ കൺവിൻസ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും നമ്പർ 1 എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ സെയിൽസ് സ്കില്ല് നമ്മൾ പഠിച്ചെടുക്കുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആദ്യം നമ്മൾ പരിചയമില്ലാത്തവരെ സംബന്ധിച്ച് ആദ്യം നോ കേൾക്കുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള തോന്നാവുന്ന ഒരു കാര്യമാണെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട, പല നല്ല കമ്പനികളൊക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ സെയിൽസിൽ ജോയിൻ ചെയ്യുന്ന ആൾക്കാരോട് ആദ്യമേ പറയുന്നത് പോയി ഒരു 20 നോ കേട്ടിട്ട് വരാനാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ടാണ് അവർ ട്രെയിനിങ് പോലും തുടങ്ങുന്നത്. ആദ്യം ഇറങ്ങി ഒരു 20 നോ കേട്ടിട്ട് പോവാം. അവരെ സംബന്ധിച്ച് നോ കേട്ട് തഴമ്പിച്ചേ പറ്റുള്ളൂ സെയിൽസിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഒരു എൻ്റർപ്രണർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട സ്കില്ലെന്ന് പറഞ്ഞാൽ സെയിൽസ് സ്കില്ലാണ്. ബാക്കി ധാരാളം സ്കില്ലുകൾ നമ്മളൊരു എൻ്റർപ്രണറാണ് വേണം. ഇൻഡിവിജ്വൽ പെർഫോമൻസിനൊന്നും വേണ്ട കേട്ടോ. എന്തുകൊണ്ടാണ് പല ആൾക്കാർ ധാരാളം കഴിവുള്ള ആൾക്കാർ ഇൻഡിവിജ്വൽ പെർഫോമൻസ് മാത്രം ചെയ്യുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ബാക്കി കാര്യങ്ങൾ മറ്റുള്ള ആൾക്കാരുമായിട്ട് ചേർന്ന് വർക്ക് ചെയ്യണമെങ്കിൽ വേറെ കുറേ സ്കില്ലുകൾ നമ്മൾ ആർജിക്കേണ്ടി വരും. മറ്റുള്ള ആൾക്കാരുടെ അടുത്ത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് കൺവിൻസ് ചെയ്യണമെങ്കിൽ നമ്മൾ സെയിൽസ് സ്കില്ല് ഉണ്ടാക്കേണ്ടി വരും. ആൾക്കാർ വന്നു കഴിഞ്ഞാൽ നമ്മൾ കുറേ പീപ്പിൾ സ്കില്ല് ഉണ്ടാക്കേണ്ടി വരും, ലീഡർഷിപ്പ് സ്കില്ലുകൾ ഉണ്ടാക്കേണ്ടി വരും. നമ്മൾ കുറേ മാറ്റങ്ങൾ വേണ്ടി വരും നമ്മുടെ സംസാരങ്ങളിൽ, നമ്മുടെ പെരുമാറ്റത്തിൽ, നമ്മുടെ ഒരു ഓവറോൾ ടോട്ടൽ നമ്മുടെ ഇതിനകത്ത് പേഴ്സണാലിറ്റി തന്നെ കുറേ ചേഞ്ച് ഉണ്ടാക്കേണ്ടി വരും. മറ്റ് സ്കില്ലുകൾ എൻ്റർപ്രണർ ആവണമെങ്കിൽ. മറ്റേ സെയിൽസ് സ്കില്ല് നമ്മൾ ട്രേഡിംഗ് സ്കില്ല് മാത്രം ആണെങ്കിൽ നമ്മൾ ഇൻഡിവിജ്വൽ പെർഫോമൻസിൻ്റെ കിട്ടുള്ളൂ. ടീം പെർഫോമൻസിൻ്റെ ബെനിഫിറ്റ് കിട്ടാൻ ബാക്കി കുറേ സ്കില്ലുകളൂടെ നമ്മൾ ആർജിക്കേണ്ടതായിട്ടുണ്ട്.